വിഷുവിന്റെ അന്നുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ആദ്യം കൺസീലർ എടുത്ത് കണ്ണിനടിയിൽ ഇട്ടപ്പോഴാണ് സൺസ്ക്രീൻ ഇട്ടില്ലെന്നും ആലോചിച്ചത്. പിന്നെ അതെല്ലാം കൂടെ തുടച്ച് കളഞ്ഞിട്ട് സൺസ്ക്രീൻ വാരി പൊത്തി കൊടുത്തു. ഇതൊരു കൊളാബറിയിലല്ല, നേരത്തെ എടുത്ത് പറഞ്ഞേക്കാം. അപ്പൊ കണ്ണിനടിയിൽ കൺസീലർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒപ്പി എടുത്ത് കൊടുത്തു കേട്ടോ. ശേഷം ദിഗംബറിനെ പോലെ ഞാനൊന്ന് പിരികു എഴുതും. ഞാൻ സ്ഥിരം ഇങ്ങനെ ആട്ടോ എഴുതുന്നത്. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതങ്ങ് തുടച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇടയ്ക്കൂടെ ഏട്ടൻ ഇറങ്ങാറായില്ലേ എന്ന് പറയുന്നതിന് മറുപടി പറയുന്നതാണ് കേട്ടോ. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തൂച്ചാലും അയച്ചാലും ഒന്നും പോത്തില്ല. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കുഞ്ഞി കണ്ണായതുകൊണ്ട് ഞാൻ മുകളിൽ കണ്ണെഴുതാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ ഇത് ഇങ്ങനെ പിടിച്ചൊക്കെ കണ്ണെഴുതി. എന്നിട്ട് ചെറിയ രീതിയിലൊരു വാലൊക്കെ ഇട്ട് കൊടുത്തു. കാണാനൊന്നും ഇല്ല എങ്കിലും അതോടെ കിടക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മുഖത്തെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി മുടിയിലേക്ക് കയറിയേക്കാണ്. ഒന്നുമില്ല, നനഞ്ഞ മുടിയൊന്ന് ഉണക്കി എടുക്കും. എന്നിട്ട് ജസ്റ്റ് ഡീപ്പായിട്ട് സ്ട്രൈറ്റ് ചെയ്തെടുക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തെടുക്കും കേട്ടോ. സാരിയും ബ്ലൗസും ഞാൻ പ്രാഷ് ബൈ പ്രവീണ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ട് എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ.